നമുക്ക് ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റിയ കാര്യം ഈ ആസ്പെക്ട് ആയിരുന്നു. വി ഷുഡ് സ്റ്റാർട്ട് ഓഫ് വിത്ത് എ ബാങ്ക്. ഇന്റൻസീവ് ട്രെയിനിങ് ആയിരുന്നു. ദുൽഖർ സൽമാനുണ്ട് ഇതൊക്കെ സ്റ്റാർട്ടിങ് തൊട്ട് ഇതിലും മമ്മൂക്കയുടെ എല്ലാ സപ്പോർട്ട് ഉണ്ട്. എൻ്റെ ഫേവറേറ്റ് ജോൺസീനാണ്. എൻ്റെ ലൈഫിൽ ചത്താവച്ചാണ്. ഒരു ഈ പോസ്റ്റ് പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്ന ഈ തിരക്കിനിടെ നമുക്ക് വേണ്ടി ഒരു ടൈം മാറ്റി വെച്ച് നമ്മുടെ ഈ ഒരു സെഷന് വേണ്ടി വന്നതിന് ഫസ്റ്റ് ഓഫ് ഓൾ സിനിമ പോയിട്ടിന് വേണ്ടി ഞാൻ വലിയൊരു താങ്ക് യു ആൻഡ് വെൽക്കം ടു അവർ സെഷൻ. താങ്ക് യു എന്നെ വിളിച്ചതിനും നന്ദി. നിങ്ങളുടെ ഫസ്റ്റ് ഇന്ററാക്ട് സെഷൻ പോഡ്കാസ്റ്റ് ആണ്. അപ്പോൾ കൺഗ്രാറ്റ്സ്. So, bro, coming to from the beginning of your career, like മാർക്കോ എന്ന് പറയുന്നൊരു പാൻ ഇന്ത്യൻ എന്ന് തന്നെ പറയാം. ലൈക്ക് ഓൾ ഇന്ത്യയിലുള്ള എല്ലാ നോർത്ത് സൗത്ത് എല്ലായിടത്തും വല്ലാണ്ടൊരു സെൻസേഷനായി മാറിയ ഒരു സൂപ്പർ ഹിറ്റ്, ഒരു റേറ്റഡ് സൂപ്പർ ഹിറ്റ് മൂവിയിൽ നിന്ന് കരിയർ സ്റ്റാർട്ട് ചെയ്ത് നെക്സ്റ്റ് പടക്കളം എന്ന് പറയുന്ന ഒരു ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ജോണറിലോട്ട് പോയി. സോ ഐ എം ക്യൂരിയസ്, ലൈക്ക് എന്തായിരുന്നു ലൈക്ക് വെൻ യു ഡിസൈഡ് ലൈക്ക് ദിസ് മൂവി ആക്ടിങ് ഓർ മൂവി ഈസ് മൈ കരിയർ എന്നുള്ളൊരു മോട്ടിവേഷൻ, ഒരു സ്പാർക്ക് എന്നൊക്കെ പറയുന്നത് എപ്പോഴാണ് കിട്ടിയത്? ലൈക്ക് ഒരു വലിയ സ്റ്റോറിയാണ്. ഞാൻ ചുരുക്കി പറഞ്ഞാൽ ബേസിക്കലി എനിക്ക് ചെറുപ്പം തൊട്ട് അഭിനയിക്കണം അങ്ങനത്തെ ഒരു ആഗ്രഹങ്ങൾ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല സമയം പറഞ്ഞാൽ. പക്ഷെ ഞാനൊരു ചെറുപ്പം തൊട്ട് ഒരു ഡാൻസറായിരുന്നു, പെർഫോമൻസ് ചെയ്യുന്നു, സ്റ്റേജ് പെർഫോമൻസസും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. പക്ഷെ അന്ന് തൊട്ട് എനിക്കൊരു ആത്ലീറ്റ് ആവണം എന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഞാനൊരു ബാസ്കറ്റ്ബോൾ പ്ലെയർ ആയിരുന്നു. അപ്പോൾ ദുബായിലായിരുന്നു ഞാൻ വളർന്നത്. സ്കൂളൊക്കെ പഠിച്ചത് ദുബായിലാണ്. അപ്പോൾ ഞാൻ അവിടുത്തെ നാഷണൽ ലെവലും ഇങ്ങോട്ട് നാട്ടിലോട്ട് വന്നിട്ട് നാഷണൽ ലെവലൊക്കെ കളിച്ചിരുന്നു. അപ്പോൾ ആ സമയത്ത് എൻ്റെ മെയിൻ ഫോക്കസ് ഈ ഒരു സാധനമാണ്, എനിക്ക് ആത്ലീറ്റ് ആവണം എന്നാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ US പോയത് ബാസ്കറ്റ്ബോൾ കളിക്കാൻ. അപ്പോൾ അവിടെ പോയപ്പോഴാണ് എനിക്ക് അവിടെ ഒരു ഇഞ്ചറി പറ്റിയത്. അപ്പോൾ ഒരു നീ ഇഞ്ചറി ആയിരുന്നു. ആ സമയത്ത് എൻ്റെ ഫുൾ കരിയർ ഒരു ഫുൾ അലമ്പായിരുന്നു. എനിക്ക് ഒരു ഡയറക്ഷൻ ഉണ്ടായില്ല എന്താ ഇപ്പോൾ ചെയ്യേണ്ടതെന്ന്. കാരണം ആ ബോഡി ഈസ് ആ മെയിൻ ടൂൾ ആസ് എൻ ആത്ലീറ്റ്. അപ്പോഴാണ് ഞാൻ തിയേറ്റർ എടുത്തത് US. അപ്പോൾ അവസാനം എൻ്റെ ഡിഗ്രീസ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഫൈനാൻസും തിയേറ്ററാണ് എടുത്തത്. വൺ ഫോർ ദ പേരൻസ്, വൺ ഫോർ മീ എന്ന് പറയുന്ന പോലെ ആ സമയത്ത് ജസ്റ്റ് ഒരു എക്സ്പെരിമെൻ്റ് ആയിട്ട് ഞാൻ തിയേറ്റർ എടുത്താണ്. അപ്പോഴാണ് ഈ ആക്ടിങ്ങിനോടുള്ള ഒരു പാഷൻ തുടങ്ങിയത്. അപ്പോൾ അത് ചെയ്ത് 4 വർഷം അവിടെ തിയേറ്റർ ചെയ്ത്. അപ്പോൾ അവിടുത്തെ എൻവയൺമെന്റ് എങ്ങനെയാന്ന് വെച്ചാൽ ഐ വാസ് ദ ലീസ്റ്റ് ടാലന്റഡ് പേഴ്സൺ ഇൻ ദ റൂം. അപ്പോൾ മീൻസ് അവരൊക്കെ ചെറുപ്പം തൊട്ട് പാടി ഡാൻസ് ചെയ്ത് സ്റ്റേജിൽ പെർഫോം ചെയ്ത് അവരുടെ കോൺഫിഡൻസ് ലെവലൊക്കെ വേറെ ലെവലാണ്. അപ്പോൾ ഞാൻ അവിടെ പോയപ്പോൾ എനിക്ക് ആകെ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ മാത്രമുള്ള ഒരു ഇന്ത്യൻ ആയിട്ട് അവിടെ നിൽക്കുന്നത്. ബട്ട് വെൻ യു ആർ സറൗണ്ടഡ് ബൈ പീപ്പിൾ ബെറ്റർ ദെൻ യു ഗെറ്റ് ബെറ്റർ ഗ്രാജുവലി. അത് സ്പോർട്സ് ആണെങ്കിൽ പോലും ആക്ടിങ് whatever ഏത് ക്രാഫ്റ്റ് ആണെങ്കിലും നമ്മളെ ചുറ്റുമുള്ളവര് എക്സ്പീരിയൻസ്ഡ് ആണെങ്കിൽ പിന്നെ അവിടുന്ന് പഠിക്കാൻ പറ്റും. നമ്മുടെ ക്രാഫ്റ്റ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെയാണ് എനിക്ക് തോന്നിയത് ഓക്കെ എനിക്കൊരു ആക്ടിങ്ങിനോടുള്ള ഒരു പാഷൻ ഉണ്ട്. പക്ഷെ അത് കരിയറായിട്ട് എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് ഒരു ഐഡിയ ഉണ്ടായില്ല. അപ്പോഴാണ് ഞാൻ കോവിഡിന്റെ സമയത്ത് തിരിച്ച് ദുബായിലോട്ട് പോയി. എൻ്റെ ഫാമിലിയൊക്കെ ദുബായ് ബേസ്ഡ് ആണ്. ഇപ്പോൾ ഞാൻ കൊച്ചിയിലാണ് ഫുൾ ടൈം. ഫാമിലി കാണാൻ പോയപ്പോഴാണ് എൻ്റെ ബ്രദർ ഷിഹാൻ, ഇപ്പോൾ ചത്താപ്പച്ച പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഡയറക്ടറും കൂടെയാണ്. സോ ഹി ഹാഡ് എൻ ഐഡിയ, ലെറ്റ്സ് ഡു എ ഷോർട്ട് ഫിലിം. അപ്പോഴാണ് ഈ ഡെഡ് ലൈൻ എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം നമ്മൾ ചെയ്തത്. ഡെഡ് ലൈൻ ഇസ് എ 12-minute ഷോർട്ട് ഫിലിം ഡയറക്റ്റഡ് ബൈ ഷിഹാൻ. ആക്ടിങ് ഫുള്ളി ഒരു ക്യാരക്ടർ ഉള്ളൂ അപ്പോൾ നമ്മളെന്ത് ചുമ്മാ ഒരു ഗോളൊന്നും ഇല്ലാണ്ട് ചെയ്തതാണ്. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഉണ്ടാവുന്ന ബ്രദേഴ്സ് തമ്മിൽ രണ്ടുപേരും സിനിമ പാഷനറ്റ് ആൾക്കാരാണല്ലോ. അപ്പോൾ നമ്മളൊരു സാധനം പിടിക്കാം ഒരു ചെറിയ സ്പേസിൽ, ഇത്രയും പോലും ഇല്ല, ഇതിന് പകുതിയുള്ളൂ. അപ്പോൾ ആ സ്പേസിൽ ഷിഹാനും ക്യാമറ ഓടിച്ച് ഞാൻ അഭിനയിച്ച്, ഷിഹാൻ എഡിറ്റ് ചെയ്ത്, പുള്ളി പ്രൊഡ്യൂസ് ചെയ്ത്, ഷിഹാൻ എഴുതി, എല്ലാം പുള്ളിനെ ഏറ്റെടുത്ത് ഞാൻ അതിനെ ആക്ടിങ് ചെയ്ത്. പിന്നെ പയ്യെ നമ്മൾ ആദ്യം ഒരു യൂട്യൂബ് ഇൻസ്റ്റഗ്രാമിന് വേണ്ടി ചെയ്യുന്ന ഒരു സാധനമായിരുന്നു. പിന്നെ അത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഷിഹാൻ പറഞ്ഞു ഓക്കെ ഇത് നല്ല ക്വാളിറ്റി സാധനമാണ്, നമ്മളൊന്ന് ഫിലിം ഫെസ്റ്റിവൽസ് ഒന്ന് അയച്ചു കൊടുക്കാൻ, എങ്ങനെ ഉണ്ടാവും എന്ന് പറയാൻ പറ്റില്ല. അപ്പോഴാണ് പയ്യെ ഫ്രം ഇന്ത്യ ആൻഡ് വിതിൻ അതർ കൺട്രീസ് ഓൾസോ ഫിലിം ഫെസ്റ്റിവൽ സെലക്ഷൻസ് കിട്ടി, അവാർഡ്സ് കിട്ടാൻ തുടങ്ങി. അവസാനം എനിക്ക് നമ്മൾ ക്യാൻ ഫിലിം ഫെസ്റ്റിവലിൽ ഒരു സെലക്ഷൻ കിട്ടി. അവിടെ ഷിഹാന് പോയി അവാർഡൊക്കെ കിട്ടി. അപ്പോഴാണ് നമുക്കും മനസ്സിലായത്, നമുക്കൊരു കോൺഫിഡൻസ് കിട്ടിയത് ഓക്കെ നമുക്ക് ഇതിൻ്റെ ഒരു കഴിവുണ്ട്, അത് എങ്ങനെയാ ഇനി ഒരു കരിയർ ആക്കണമെന്ന് നോക്കാം. ബട്ട് വി ആർ നോട്ട് ജസ്റ്റ് പാഷനറ്റ്, വി ഹാവ് എ ടാലന്റ് ദാറ്റ് ക്യാൻ ബി ഡിസ്കവേർഡ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഞാൻ ഈ ആക്ടിങ് സാധനം സോ ഈ ബഗ് കിട്ടിയത്. കമ്മിങ് ബാക്ക് ടു മാർക്കോ, ലൈക്ക് മാർക്കോയിൽ ഒരു ബ്ലൈൻഡ് പേഴ്സൺ ആയിട്ടാണ് അഭിനയിച്ചത്. സോ ഫോർ നമ്മളെ മലയാള സിനിമയിലല്ല, മൂവീസിൽ തന്നെ നമ്മൾ ഓവറോൾ കുറേ ബ്ലൈൻഡ് പേഴ്സൺസിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. സോ അവരിൽ നിന്നെല്ലാം ഒരു ഡിഫറൻസ്, ഒരു മൈന്യൂട്ട് ഡിഫറൻസ് എങ്കിലും വേണം എന്നൊരു ആസ് എൻ ആക്ടർ നമുക്ക് ഉണ്ടാവും. സോ എന്ത് പ്രിപ്പറേഷൻസ് ആണ് അതിലോട്ട് ചെയ്തത്? ബേസിക്കലി മാർക്കോയ്ക്ക് നീ കിട്ടിയത് ഒരു റൈറ്റ് പ്ലേസ് അറ്റ് റൈറ്റ് ടൈം സിറ്റുവേഷൻ ആയിരുന്നു. അത് ഞാൻ ആസ് ആൾക്ക് ഒരുപാട് പ്രെപ്പ് ചെയ്യുന്ന ഒരു ആക്ടറാണ്. എനിക്ക് സമയം വേണം ഈ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യാൻ, ജസ്റ്റ് ഒന്ന് ആലോചിച്ച് ചിന്തിച്ച് ജസ്റ്റ് ഒരു മാനറിസംസും ന്യൂവാൻസസ് പിടിക്കാൻ കുറച്ച് ടൈം എനിക്ക് വേണം. May 7th ഫസ്റ്റ് ഡേ ഓഫ് ഷൂട്ട്. എൻ്റെ കാസ്റ്റ് April 30th, May 1st അങ്ങനെ എന്തായിരുന്നു.
അപ്പോൾ ഷെരീഫ് ഖാനാണ് എന്നെ കാസ്റ്റ് ചെയ്തത്, പ്രൊഡ്യൂസറാണ് എന്നെ കാസ്റ്റ് ചെയ്തത്. ഹനീഫായിട്ട് ഞാൻ മീറ്റ് ചെയ്തു. ഒരു ഓഡിഷൻ അങ്ങനൊന്നും ഉണ്ടായില്ല. ആക്ച്വലി ഈ ഷോർട്ട് ഫിലിം, ഈ ഡെഡ് ലൈൻ എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം കണ്ട് അവർ ഹാപ്പിയാണ്. പക്ഷെ ഹനീഫായിട്ട് ഞാൻ സംസാരിച്ച് പുള്ളിക്ക് വർക്കാണെന്ന് പറഞ്ഞപ്പോൾ ഓക്കെ റെഡി വിക്ടർ നീയാണ് അങ്ങനെ തീരുമാനിച്ചത്. അപ്പോൾ എനിക്ക് ടെൻഷനാണ്, കാരണം ഒരാഴ്ച കഴിഞ്ഞിട്ട് എനിക്ക് അഭിനയിക്കണം. എൻ്റെ ഫസ്റ്റ് പടമാണ് മാർക്കോ, അതൊരു വലിയ സിനിമയാണ്, അതും ഒരു ബ്ലൈൻഡ് ക്യാരക്ടർ. അപ്പോൾ ഞാൻ ഡയറക്ഷൻ ടീമിനെ വിളിച്ച് ചേട്ടാ ഞാൻ എന്താ ചെയ്യുന്നത് എനിക്കറിയാം, ഇത് ബ്ലൈൻഡ് ക്യാരക്ടറാണ്, എനിക്ക് സ്ക്രിപ്റ്റും ആ സമയത്ത് കിട്ടിയിട്ടുണ്ടായില്ല. അപ്പോൾ ഹനീഫ് ഖാൻ ആ സമയത്ത് പറഞ്ഞ് എനിക്ക് ഫുൾ ഫ്രീഡം തന്നു, കാരണം ടെൻഷൻ അടിക്കണം, നമ്മൾ മാക്സിമം നാച്ചുറലായിട്ട് പിടിക്കാം, അധികം മീൻസ് അഭിനയിക്കണ്ട എന്നാണ് ഹനീഫ് ഖാൻ ഒരു ഇൻസ്ട്രക്ഷൻ. അപ്പോൾ എൻ്റെ സൈഡിൽ നിന്ന് ആ സമയത്ത് ഒരു 1 വീക്കിനുള്ളിൽ മാക്സിമം റീസെർച്ച് ചെയ്യാൻ തുടങ്ങി. ആദ്യം ഞാൻ സിനിമകൾ കാണാൻ തുടങ്ങി, ഈ ബ്ലൈൻഡ് ക്യാരക്ടേഴ്സ് എങ്ങനെയായിരിക്കും, ആൽ പച്ചീനോ, ലാലേട്ടൻ, അങ്ങനെയൊക്കെ കുറച്ച് ബ്ലൈൻഡ് ക്യാരക്ടേഴ്സ് കാണാൻ തുടങ്ങി. പിന്നെ എനിക്ക് മനസ്സിലായി നോട്ട് ഓൾ ബ്ലൈൻഡ് പീപ്പിൾ ആർ ദ സെയിം. എല്ലാവരുടെയും മാനറിസംസും കാര്യങ്ങളൊക്കെ സെയിം ആണെന്നായിരിക്കില്ല. എൻ്റെ ഒരു രീതി, ഞാൻ ഇത്രയും റീസെർച്ച് ചെയ്തിട്ട് എനിക്ക് മനസ്സിലാക്കിയ ഒരു സാധനം, ബി ഒറിജിനൽ ഇൻ യുവർ ആക്ടിങ്. ഇത് ഒരു പെർഫോമൻസ് കണ്ടിട്ട് അത് കോപ്പി അടിക്കാൻ നോക്കണ്ട. നമ്മളൊരു എൻവയോൺമെന്റ് എന്താ, ഈ ക്യാരക്ടറിന്റെ ഒരു ബാക്ക് സ്റ്റോറി ഉണ്ടാവില്ല. ഈസ് നോട്ട് ജസ്റ്റ് എ ബ്ലൈൻഡ് പേഴ്സൺ. Yeah. പുള്ളിക്കൊരു ജീവിതമുണ്ട്, പുള്ളിക്കൊരു കുടുംബമുണ്ട്, ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട്. അപ്പോൾ ഞാൻ ആ ബാക്ക് സ്റ്റോറി ഡെവലപ്പ് ചെയ്ത് പിന്നെ അവസാനം ക്യാമറയിൽ മുന്നിൽ വന്നപ്പോൾ മാക്സിമം ഹനീഫ് ഖാൻ പറഞ്ഞ പോലെ മാക്സിമം നാച്ചുറലായിട്ട് പിടിക്കാൻ നോക്കി. പിന്നെ ഞാൻ ഡയറക്ടറിന്റെ ഇതാണ്, നമ്മളവിടെ പോയി പുള്ളി പറയുന്ന പോലെ നമ്മൾ ചെയ്യുന്നേ ഉള്ളൂ. സിനിമ ആസ് എ ഡയറക്ടേഴ്സ് മീഡിയം. അപ്പോൾ നമ്മളൊരു അടിപൊളി മോണോലോഗ് പറയുകയാണെങ്കിൽ ചിലപ്പോൾ വേണമെങ്കിൽ ഡയറക്ടർ നമ്മുടെ ക്യാമറ ഹി കൻ ബി പോയിന്റിങ് ഇറ്റ് അറ്റ് എ ഫുട്ട്. അപ്പോൾ നമ്മളെങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നതെന്നാണ് നമ്മുടെ ടാലന്റ് അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. ഇറ്റ്സ് എ ബിറ്റ് ഓഫ് എവറിത്തിങ്. ഷെരീഫ് ഖായുടെ ഒരു കോൺഫിഡൻസും ഹനീഫ് ഖായുടെ ഒരു ഡയറക്ഷന്റെ ബ്രില്യൻസും എൻ്റെ ഒരു സാധനമൊക്കെ അങ്ങനെയാണ് ഈ ബ്ലൈൻഡ് ക്യാരക്ടറിന്റെ സാധനം പിടിച്ച്. മാർക്കോയിലോട്ട് തന്നെ നോക്കുമ്പോൾ ലൈക്ക് യു ഹാവ് വർക്ക് വിത്ത് ഉണ്ണി മുകുന്ദൻ, സിദ്ദിഖ് സർ. അപ്പോൾ ഈ കുറച്ച് ഓൾറെഡി ഫെമിലിയർ ആയിട്ടുള്ള ഒരു മലയാള ഇൻഡസ്ട്രിയിലെ നല്ലൊരു സ്പേസ് അവർക്ക് ആയിട്ടുള്ള ഒരു സ്പേസ് അവർ സിദ്ദിഖ് സാറായിരുന്ന പണ്ട് പോലെ ഉണ്ട്. മുകുന്ദൻ സാർ എന്നാലും ഈ ഓൾസോ ഹോൾഡ് എ പ്ലേസ് ഇൻ മലയാളം ഓഡിയൻസ് ആൻഡ് മലയാളം മൂവി. സോ അവരോടെയൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ആ ഒരു ക്രൂരോടുള്ള വർക്ക് ചെയ്യുമ്പോൾ ഒരു എക്സ്പീരിയൻസ് ആസ് എ ന്യൂ കമ്മർ എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. സിദ്ദിഖ് ആക്ച്വലി എനിക്ക് ഏറ്റവും വലിയ ടെൻഷൻ ഉണ്ട് സിദ്ദിഖിന്റെ കൂടെ സീൻ ചെയ്യുമ്പോഴാണ്. കാരണം ഈ പടത്തിൽ ഏറ്റവും കൂടുതൽ സീനിയർ ആക്ടർ സിദ്ദിഖാണ്. സിദ്ദിഖിനെ ഞാൻ ഫസ്റ്റ് കണ്ടപ്പോൾ ഭയങ്കര കൂളായിട്ടാണ്, ഭയങ്കര കാഷ്വൽ ആയിട്ടാണ് എന്നോട് സംസാരിക്കുന്നത്. സോ ഹീസ് ഗിവിങ് എ ലോട്ട് ഓഫ് കോൺഫിഡൻസ് എങ്ങനെയാണ് ചെയ്യേണ്ടത്. ഉണ്ണി ചേട്ടനാണെങ്കിൽ പോലും ഇവരൊക്കെ എനിക്കൊരു നെർവസ്നെസ്സും ആങ്സൈറ്റി ഉണ്ടല്ലോ സെറ്റ് പോകുമ്പോൾ, അയ്യോ എങ്ങനെയാണ് ചെയ്യേണ്ടത്, പുതിയ ന്യൂ കവറാണ്, പരിചയമില്ലാത്തൊരു ക്രൂ ആണ്. പക്ഷെ അവരൊക്കെ എന്നെ ഒരു ഫാമിലി പോലെയാണ് ട്രീറ്റ് ചെയ്തത്. അപ്പോൾ നമ്മളെ വർക്ക് എൻവയൺമെന്റ് കൂൾ ആണെങ്കിൽ, കാഷ്വൽ ആണെങ്കിൽ, പിന്നെ അത് നമ്മൾ പെർഫോമൻസിലോട്ടും ട്രാൻസ്ലേറ്റ് ചെയ്യും. അത്രയും നെർവസ് ആവാൻ ആവശ്യമില്ലെന്ന് നമുക്ക് മനസ്സിലാവും. ഇവിടുത്തെ കാസ്റ്റ് മാത്രമല്ല, ക്രൂവും ഭയങ്കര ഒരു കെയറിങ് ക്രൂ ആണ്, പ്രൊഡക്ഷൻ തൊട്ട്. അപ്പോൾ എല്ലാം ചേർന്ന് ഒരു നൈസ് ഒരു എൻവയൺമെന്റ് ആയിരുന്നു. എല്ലാവർക്കും അറിയുന്ന ആ സമയത്ത് മാർക്ക് ഒരു വലിയ സിനിമ ആവാൻ പോകണമെന്ന്. പക്ഷെ ഇത്ര വലുതാവുന്ന ഒരു പ്രതീക്ഷ ഉണ്ടായില്ലേ. അറിയണമെങ്കിൽ ഇതിനെ ഞാൻ കുറച്ചുകൂടി ടെൻഷൻ അടിച്ചേ. പക്ഷെ ഐ ന്യൂ ഇറ്റ് വാസ് ഗോണ ബി ഗുഡ്. ബട്ട് ഇത്രയും ഒരു സക്സസ് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഒരു അക്സെപ്റ്റൻസ് ഒരു അതെ അതെ അതെ. കാരണം ഇതിന്റെ ഒരു റിസ്ക് ഫാക്ടർ കൂടെ ഉണ്ടല്ലോ. Yes. ഇത്ര ഒരു That's it. ആക്ഷനും വയലൻസ് ഹെവി ഏറിയ മൂവി. അതെ അതെ. പക്ഷെ ഇത്ര ഒരു ആക്ച്വലി ഏറ്റവും വലിയ കോമഡി, ഞാനിപ്പോ പുറത്ത് എവിടെയെങ്കിലും പോവാണെങ്കിലും എനിക്ക് പിള്ളേരൊക്കെ തരാറുണ്ട്, വിക്ടർ ചേട്ടാ എന്ന് പറയുന്നത്, നിങ്ങളൊക്കെ ഇങ്ങനെ ആ. പക്ഷെ എല്ലാരും കാണുന്നുണ്ടെന്നാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. വെരി ഹാപ്പി, വെരി ഗ്രേറ്റ്ഫുൾ. നെക്സ്റ്റ് യുവർ സെക്കൻഡ് മൂവി കമ്മിങ് ടു മാർക്കോ ടു അടക്കള. അതോട്ട് വരുമ്പോഴേക്കും ഒരു പ്രോപ്പർ ഷിഫ്റ്റ്. ഫസ്റ്റ് മൂവി എന്നുള്ള ക്യാരക്ടറിന്റെ ഒന്നും ഒരു ഷെയ്ഡും ഇല്ലാത്ത ഒരു ക്യാരക്ടർ. ലൈക്ക് യുവർ ഫസ്റ്റ് പറഞ്ഞ പോലെ യുവർ ഇൻട്രസ്റ്റ് ഉള്ള ഏരിയ ഡാൻസ്, അതെ അതെ. അങ്ങനത്തെ ഒരു ക്യാരക്ടറോട്ട് വന്നപ്പോൾ ഇറ്റ്സ് സോ ഹൗ യു ചൂസ് ലൈക്ക് ഇപ്പൊ രണ്ട് സ്റ്റോറീസ് കേൾക്കുമ്പോൾ ഹൗ ഡു യു ചൂസ് ദി മൂവീസ്? എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനത്തെ ഒരു പ്ലാൻ ഇല്ല. ഇനി ഈ ഒരു ക്യാബ് വേണം, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് ഒരു റൊമാൻസ് പിടിക്കണം, അങ്ങനെ ഒരു പ്ലാൻ ഇല്ല. ആകെ ഒരു പ്ലാൻ ഇതാണ്, മീൻസ് സിമിലർ ക്യാരക്ടേഴ്സ് അടുപ്പിച്ച് ചെയ്തത് എന്നാണ്. മീൻസ് ഇപ്പോൾ പടക്കളം പോലത്തെ ഒരു സിനിമ ചെയ്ത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആയിരിക്കരുത് എന്നാണ് എൻ്റെ ഒരു പ്ലാൻ. അതല്ലാണ്ട് ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഡയറക്ടറിന്റെ സെൻസും അല്ലെങ്കിൽ കഥാപാത്രം അതൊക്കെ നോക്കിയിട്ടാണ് ഒരു സിനിമ സെലക്ട് ചെയ്യുന്നത്. പക്ഷെ ഈ മാർക്കോ കഴിഞ്ഞിട്ട് ഒരു കോമഡി ഫാന്റസി പിടിക്കണം അങ്ങനത്തെ ഒരു പ്ലാൻ ഉണ്ടായില്ല. അതും ഞാൻ അവിടെ എത്തിയിട്ടില്ല എനിക്ക് തോന്നുന്നത്. ആസ് എ ആക്ടർ കിട്ടുന്നതിന് ചൂസ് ചെയ്യാണല്ലോ ഞാനിപ്പോ. മീൻസ് അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ പടക്കളം കിട്ടിയതിന്റെ അതിന്റെ ഒരു ഭാഗ്യമുണ്ട് എനിക്ക്. അതും ആക്ച്വലി ഇത്രയും സക്സസ് കിട്ടും, ഇത്രയും ഒരു അക്സെപ്റ്റൻസ് കിട്ടും എന്ന് വിചാരിച്ചിട്ടുണ്ടായില്ല. പക്ഷെ നല്ലൊരു പ്രൊഡക്ഷൻ ഹൗസാണ്, നല്ലൊരു ഡയറക്ടറാണ്. അതൊക്കെ നമ്മൾ പ്രീ പ്രൊഡക്ഷൻ സമയത്ത്
വി ഗോ വിത്ത് ദാറ്റ് കോൺഫിഡൻസ്. ഈ പടം ഹിറ്റ് ആവും ഫ്ലോപ്പ് ആവും അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിലല്ല നമ്മൾ. ബിലീവ് ഇൻ ദ സ്റ്റോറി, അല്ലെങ്കിൽ ബിലീവ് ഇൻ ദ ഡയറക്ടർ, അല്ലെങ്കിൽ ബിലീവ് ഇൻ ദ പ്രൊഡക്ഷൻ ഹൗസ്. അവരുടെ ഒരു സിനിമ സെൻസ് ഉണ്ടാവും. അവരാണ് ഇതിൽ എക്സ്പീരിയൻസ് ആയിട്ട് നിൽക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഫോർ എക്സാമ്പിൾ ചത്താപ്പച്ചയും കൂടെ കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ എനിക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേജിലെത്തുക ദെൻ കുറച്ചുകൂടി പ്ലാൻഡ് ആയിരിക്കും. അപ്പോൾ നിലവിൽ അങ്ങനത്തെ ഒരു പ്ലാനോ, ജസ്റ്റ് ഹാപ്പി ടു ഗെറ്റ് ഗുഡ് മൂവീസ്. Straight to Chattapacha. Chattapacha, what was the meaning of that title? അതാണ് എല്ലാവരും നമ്മൾ ഫസ്റ്റ് ടൈറ്റിൽ റിലീസ് ചെയ്തപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് ഇതാണ് ചത്തപ്പൂച്ച പച്ചാത്തത്ത അതൊക്കെ. ചത്തപ്പച്ച ആക്ച്വലി ഒരു ഫോർട്ടുച്ചിരി പറയുന്ന ഒരു സ്ലാങ് ഒത്തിരി സാധനമാണ്. കാരണം ഇറ്റ് മീൻസ് ബേസിക്കലി ഡു ഓർ ഡൈ, ഒരു ഡു ഓർ ഡൈ സ്പിരിറ്റ് ആണ്, ഓൾ ഓർ നത്തിങ്. അപ്പോൾ നമ്മൾ റൈറ്റ് ചെയ്യുന്ന സമയത്ത് വേറൊരു ടൈറ്റിലായിരുന്നു. പിന്നീടാണ് നമ്മൾ സനൂപ്പായിട്ട് നമ്മൾ റൈറ്റ് പറഞ്ഞ ചത്ത, നമ്മൾ കൊച്ചിയിൽ പറയുന്ന ഒരു സാധനം മീൻസ് ഗിവ് ഇറ്റ് യുവർ ഓൾ, ഡു ഓർ ഡൈ. അപ്പോൾ അത് കേട്ടപ്പോൾ ഓക്കെ കുറച്ചുകൂടി റിലേറ്റബിൾ ആയിരിക്കും ആൾക്കാർ. ഒരു മീൻസ് നമ്മൾ ചാപ്പക്കുരിശൊക്കെ കേൾക്കണ പോലെ ഒരു പുതിയൊരു സാധനം ഇതെന്താണ് ചത്തപ്പച്ച, അതിനൊരു ചിലപ്പോൾ ഒരു ക്യൂരിയോസിറ്റി ഡെവലപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ക്യാച്ചിയാണ്, ടങ് ട്വിസ്റ്റ് കൂടെയാണ്. അപ്പോൾ അതൊക്കെ ചത്തപ്പച്ച ഫിറ്റ്സ് ദ മോട്ടിവേഷൻ, ഫിറ്റ്സ് ദ ബ്രാൻഡ്, ഫിറ്റ്സ് ദ മൂഡ് ഓഫ് ദ മൂവി. ഇതാണ് ഇവരുടെ ഈ ക്യാരക്ടേഴ്സിന്റെ എല്ലാ സ്റ്റോറി ഒരു ചത്തപ്പച്ചാണ്. ഞാൻ വേറെ ഒന്നുമില്ല നമ്മുടെ കയ്യില്, we don't have anything to lose. ഇത് ചത്തപ്പച്ച, ഏത് സാധനം ചെയ്യാൻ ആക്ച്വലി എന്റെ ലൈഫ് ചത്തപ്പച്ചാണ്. സിനിമ മാത്രമല്ല, അപ്പോൾ ഇതാണ് എന്റെ ഡു ഓർ ഡൈ. നേരത്തെ ഇതാണ് എന്റെ എല്ലാം. അപ്പോ അതാണ് ബേസിക്കലി ടൈറ്റിലിന്റെ മീനിങ്. ഇന്ത്യൻ സിനിമയിൽ തന്നെ WWE ബേസ് ചെയ്ത് വരുന്ന ഫസ്റ്റ് മലയാളം മൂവി. അപ്പൊ ആ മൂവിയിലോട്ട് ഹൗ വാസ് ദ ട്രാവൽ, എങ്ങനെ അതിലോട്ട് എത്തി? അപ്പോൾ ചത്താപ്പച്ച എന്ന് പറഞ്ഞ സിനിമ നമ്മളെ ഫസ്റ്റ് പ്രൊഡക്ഷനാണ്. റിയൽ വേൾഡ് എന്റർടൈൻമെന്റ് ഇന്റെ ഫസ്റ്റ് പ്രൊഡക്ഷനാണ്. അപ്പോൾ വി ഹാഡ് എ ഗോൾ ഫ്രം ദ ബിഗിനിങ് ദാറ്റ് ഇറ്റ് ഷുഡ് ബി, വി ഷുഡ് സ്റ്റാർട്ട് ഓഫ് വിത്ത് എ ബാങ്. അപ്പോൾ ഇത് ആക്ച്വലി എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ചാൽ ഞാനും ഷിഹാനാണ് ഇതിന്റെ പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഷിഹാനാണ് ഇതിന്റെ പ്രൊഡ്യൂസർ. അപ്പോൾ വി ഹേർഡ് അറൌണ്ട് 200+ സ്റ്റോറീസ്. എല്ലാ ദിവസവും നമ്മൾ എന്തായിരുന്നു പരിപാടി, വേറെ ഒരു ജോലി ഉണ്ടായില്ല, കഥ കേൾക്കാനാണ് നമ്മുടെ മെയിൻ ഗോൾ, മെയിൻ മോട്ടീവ്. അപ്പോഴാണ് നമ്മൾ അദ്വൈത്തിനെ മീറ്റ് ചെയ്തത്, നമ്മുടെ ഡയറക്ടർ. പുള്ളിയുടെ സ്റ്റോറിയാണ് ചത്തപ്പച്ച. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റിയ കാര്യം ഈ WWE ആസ്പെക്ട് ആയിരുന്നു. കാരണം ചെറുപ്പം തൊട്ട് ഞാൻ ഷിഹാൻ WWE കട്ട ഫാൻസ് ആയിരുന്നു. WWE ഈ കാണുന്നത് മാത്രമല്ല, നമ്മൾ ബെഡ്റൂമില്, സ്കൂളില് എല്ലാ മൂവ്സ് എല്ലാം ചെയ്തവരാണ്. ഈ നിങ്ങളിപ്പോ സിനിമയിൽ കാണാൻ പോകുന്ന ഒരു ബ്രദർഹുഡ് ബോണ്ട്, അതിന്റെ ഒരു ഭാഗം ആക്ച്വലി എല്ലാം ഷിഹാന്റെ ഒരു ചൈൽഡ്ഹുഡ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ഈ കഥ ഫസ്റ്റ് കേട്ടപ്പോൾ ഭയങ്കര റിലേറ്റബിൾ ആയിട്ട് തോന്നി. പക്ഷെ എന്നാൽ പോലും WWE കുറച്ചും കൂടി ഒരു വെസ്റ്റേൺ കോൺസെപ്റ്റ് ആണത്. അത് എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ, നമ്മുടെ ഫോർട്ട് കൊച്ചി, മട്ടാഞ്ചേരി റൂട്ട് ചെയ്യാൻ പറ്റിയെന്ന് വെച്ചാൽ ആ സമയത്താണ് നമ്മൾ സനു തായ്ക്കോടൻ, നമ്മുടെ ആ പടത്തിന്റെ റൈറ്ററാണ്. പുള്ളിയാണ് ഈ സമയത്ത് ജോയിൻ ചെയ്തത്. പുള്ളിയാണ് ഇതിൽ കുറച്ചുകൂടി റൂട്ടഡ് ആക്കിയത്. കുറച്ചുകൂടെ ചത്താപ്പച്ചയുടെ ടൈറ്റിൽ തന്നെ പുള്ളിയാണ് കണ്ടുപിടിച്ചത്. വാട്ട് യൂസ് ടു ബി 3 people ടീം ദെൻ ബിക്കേം എ 4 people ടീം. എന്നിട്ട് നമ്മൾ പയ്യെ ഡെവലപ്പ് ചെയ്ത് സ്ക്രിപ്റ്റ് ആക്കി. ഈ പ്രൊഡക്ഷൻ എന്താ ബേസിക്കലി ഒരു തോട്ടിന്ന് സ്ക്രീൻസിലോട്ട് എത്തിക്കാനാണ്. അപ്പോൾ ഫ്രം ഈച്ച് ആൻഡ് എവറി സ്റ്റെപ്പ് നമ്മൾ ഇത് ബിൽഡ് ചെയ്ത് പ്രോസസ് പ്രോപ്പർലി നമ്മൾ ഫോളോ ചെയ്ത് ഒരു സ്ഥലത്ത് നമ്മൾ ചീറ്റ് ചെയ്തിട്ടില്ല. വളരെ ഒരു സിൻസിയർ ആയിട്ടാണ് നമ്മൾ ഈ പ്രോസസ്സ് നമ്മൾ ട്രീറ്റ് ചെയ്തത്. കാരണം ഒന്നാമത് പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിൽ പോലും നമ്മൾ ആക്ച്വലി ഫിൽം മേക്കേഴ്സ് ആണ്. ഫ്രം ദി ഗെറ്റ് ഗോ ഞാനും ഷാനും റൈറ്റിംഗ് റൂമിലുണ്ടായി. പിന്നെ നമ്മുടെ ഡയറക്ഷൻ ടീം ജോയിൻ ചെയ്തപ്പോഴും ഇവർ ദർ ഇൻ എവറി സ്റ്റെപ്പ് ഓഫ് ദ പ്രീ പ്രൊഡക്ഷൻ, പോസ്റ്റ് പ്രൊഡക്ഷൻ. അപ്പോൾ അങ്ങനെയാണ് ചത്തപ്പച്ച സ്റ്റാർട്ട് ചെയ്തത്. ബേസിക്കലി ഇറ്റ് വാസ് മീ, ഷിഹാൻ ആൻഡ് അദ്വൈത്, പിന്നെ സനുപേട്ടൻ്റെ ടീമും അമൽ, ആദർശ്, ഇവരൊക്കെയാണ് അസിസ്റ്റന്റ് റൈറ്റേഴ്സിൽ. ഇവരൊക്കെ WWE ഫാൻസ് ആണ് കേട്ടോ. ഞങ്ങൾ മാത്രമല്ല, ഇവരൊക്കെ WWE കണ്ട് വളർന്ന ടീംസ് ആണ്. അപ്പോൾ എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റിയൊരു സ്റ്റോറിയാണത്. പക്ഷെ ഇതിൽ WWE മാത്രമല്ല, ഇതിന്റെ മെയിൻ കോർ എന്താണെന്ന് വെച്ചാൽ ഒരു ബ്രദർഹുഡ് ആണ്. 3 ബ്രദേഴ്സിന്റെ സ്റ്റോറിയാണത്. പക്ഷെ അവരുടെ ഒരു ബോണ്ടിങ് WWE ആണെന്നാണ് ദിസ് മൂവി. ഇറ്റ്സ് അണ്ടർഡോഗ് സ്റ്റോറി അബൌട്ട് എ ഗാങ് ഫ്രം ഫോർട്ട് കൊച്ചി, ഫ്രം മട്ടാഞ്ചേരി. അവരുടെ ഒരു കഥയാണത്. WWE ഈസ് എ ബിഗ് പാർട്ട് ഓഫ് ദിസ് മൂവി. പക്ഷെ എന്നാൽ പോലും അതല്ലാണ്ട് കുറെ അതർ ഫാക്ടേഴ്സും കൂടെ ഉണ്ട് ഇവര്. അപ്പോൾ ഇപ്പോൾ ഒരു 10 വർഷമോളം, ഇറ്റ്സ് ബീൻ 2 years നമ്മൾ ഈ പ്രോജക്ട് സ്റ്റാർട്ട് ചെയ്തിട്ട്. എൻ്റെ എല്ലാമാണ്, എൻ്റെ കുഞ്ഞു പോലെയാണ് ഈ മൂവി. കാരണം ഞാൻ ഈ സമയത്ത് ഈ ഒരു ചത്തപ്പച്ച ചെയ്യുന്ന പീരീഡിൽ ഞാൻ വേറെ ഒരു സിനിമ പോലും കമ്മിറ്റ് ചെയ്തിട്ടില്ല. കാരണം എനിക്ക് ഇതിൽ എന്നെ 200% എഫേർട്ട് കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. മീൻസ് ഞാൻ വേറെ എന്തെങ്കിലും കമ്മിറ്റ് ചെയ്ത് ചിലപ്പോൾ ആ കമ്മിറ്റ്മെന്റ്സ് കാരണം എൻ്റെ പെർഫോമൻസോ എൻ്റെ ഒരു കമ്മിറ്റ്മെന്റ് ഇതിൽ ബാധിക്കും എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം ഞാൻ അത്രയും നല്ലൊരു മൾട്ടി ടാസ്കർ അല്ല. ബട്ട് വാട്ട് എവർ ഐ എം ഡൂയിങ് ഐ വിൽ ഗിവ് ഇറ്റ് മൈ ഓൾ എന്നാണ് എൻ്റെ ഒരു മൈൻഡ് സെറ്റ്. എൻ്റെ മാത്രമല്ല, ഷിഹാന്റെയും നമ്മുടെ ഡയറക്ടറിൻ്റെയും ഫുൾ ടീമിൻ്റെ. സോ
ഈ ഒരു 2 ഇയേഴ്സിന്റെ ജേർണിയാണ് ഇപ്പൊ നിങ്ങൾ കാണാൻ പോകുന്നത്. ഹോപ്പ്ഫുള്ളി ഇറ്റ്സ് ഓൾ വർത്ത് ഇറ്റ് ഇൻ ദി എൻഡ്. കാസ്റ്റ് ആൻഡ് ക്രൂവിലോട്ട് വരുമ്പോഴും ഒരു കാസ്റ്റ് ആൻഡ് ക്രൂ ഇറ്റ്സ് എ ബിഗ് തിങ്. മ്യൂസിക് ഡയറക്ഷൻ, ആ ട്രിയോ മ്യൂസിക് ഡയറക്ഷൻ ചെയ്യുന്നു, ലൈക്ക് സിനിമാറ്റോഗ്രാഫി, ഒരു ടെക്നിക്കലി സ്ട്രോങ് ആണ്. ആക്ടിംഗ് വൈസിലും ആക്ടേഴ്സ് ചൂസ് ചെയ്തിട്ടുള്ള കാസ്റ്റിംഗ് വൈസിലും ചൂസ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ മലയാളത്തിലൊരു ബ്രൂയിങ് പീരീഡിൽ നിൽക്കുന്ന ഒരു സ്ട്രോങ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് അവരെല്ലാം വെച്ച് ചെയ്യുമ്പോൾ ഒരു ടോട്ടൽ പവർ പാക്ഡ് പോലത്തെ ഒരു Yeah. സംഭവമാണ്. സോ ഈ ഈ ഒരു ഫുൾ ക്രൂവിനോട് വർക്ക് ചെയ്തപ്പോൾ ലൈക്ക് ഹൗ ഡു യു ഫീൽ ലൈക്ക് ഈ വാട്ട് എന്ത് ചേഞ്ച് ഇത് ലൈക്ക് മലയാളം മൂവി കൊണ്ടുവരുന്നു? ബേസിക്കലി നമ്മൾ ഈ ആസ് എ പ്രൊഡക്ഷൻ ഇത് നമ്മുടെ ഫസ്റ്റ് പ്രോജക്റ്റ് ആണ്. അദ്വൈത്തിന്റെയും നമ്മുടെ ഡയറക്ടറിന്റെയും ഫസ്റ്റ് പ്രോജക്റ്റ് ആണ്. അപ്പോൾ നമ്മൾ ഒന്നാമത് പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിൽ പോലും ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് വി ആർ ഫിൽം മേക്കേഴ്സ്. അപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിന്റെ ഫോർ എക്സാമ്പിൾ ക്യാമറ ആണെങ്കിൽ വി നീഡ് ദ ബെസ്റ്റ്, വി വാണ്ട് ദ ബെസ്റ്റ്. അതുകൊണ്ടാണ് നമ്മൾ ആനന്ദേട്ടനായിട്ട് നമ്മൾ കൊളാബറേറ്റ് ചെയ്തത്. കാരണം ആനന്ദേട്ടൻ്റെ വർക്ക് എല്ലാം നമ്മൾ കണ്ടതാണ്. ഇവിടെ സിനിമകൾ നമ്മളെല്ലാം ഇൻസ്പയർ ചെയ്യുമ്പോൾ നേരം വി ആർ ഓൾ ഹ്യൂജ് ഫാൻസ് ഓഫ് ഹിസ് വർക്ക്. സോ നമ്മൾ ഫസ്റ്റ് അപ്രോച്ച് ചെയ്ത DOP ആയിരുന്നു ആനന്ദേട്ടൻ. ആക്ഷൻ കലൈമാസ്റ്റർ. ഞാൻ മാർക്ക് സെയിം മാർക്ക് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നി ഇങ്ങനത്തെ ഒരു ആക്ഷൻ്റെ ചത്തപ്പച്ച WWE അത് ആ കോൺസെപ്റ്റ് ഒക്കെ നമ്മൾ കേൾക്കുമ്പോൾ ആക്ഷൻ ഇസ് എ ഹ്യൂജ് പാർട്ട് ഓഫ് ദ മൂവി. വെറുതെ നമ്മളൊരു ഇതൊരു ആക്ഷൻ കാണിക്കാനല്ല, ഇറ്റ്സ് ക്യാരിങ് ദ സ്റ്റോറി ഫോർവേഡ്. ഈച്ച് ആക്ഷൻ സീൻ ഇസ് ക്യാരിങ് ദ സ്റ്റോറി ഫോർവേഡ്. ഐ എം വെരി കോൺഫിഡൻറ്റ് അബൌട്ട് ദ ആക്ഷൻ ഇൻ ദിസ് മൂവി. അപ്പോൾ കലൈമാസ്റ്റർ ഇതിൽ പൊളിച്ചിട്ടുണ്ട്. വേറെ പുള്ളിയുടെ ബെസ്റ്റ് വർക്ക് എത്തിയിട്ടുണ്ട്. അതുപോലെ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സ് ആണെങ്കിൽ മ്യൂസിക് ശങ്കർ ഫസ്റ്റ് ടൈം ഇൻ മലയാളം മൂവി. വി വാണ്ടഡ് ദ ബെസ്റ്റ് ഫ്രം ഈച്ച് ഡിപ്പാർട്ട്മെന്റ് ബിക്കോസ് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് നമ്മളെ കാസ്റ്റ് മാത്രം നോക്കിയിട്ട് ഒരു സിനിമ അല്ലല്ലോ. മീൻസ് എല്ലാ ഡിപ്പാർട്ട്മെന്റ്സ് ആണല്ലോ, എല്ലാ സിനിമ ചേർന്ന ഒരു പ്രോജക്റ്റ് ആണല്ലോ സിനിമ. അപ്പോൾ ശങ്കർ ഇതിൽ ജോയിൻ ചെയ്തപ്പോൾ ഇറ്റ് വാസ് ഹ്യൂജ് ഫോർ us. കാരണം we've seen their movies since we were kids. ദിൽ ചാത്ത ഹേ തൊട്ട് അതൊക്കെ സിന്ദഗി നാമിലേക്ക് എല്ലാം കണ്ടിട്ടാണ് നമ്മളിപ്പോൾ. അപ്പോൾ ചത്താപ്പച്ച ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ വി വർ എക്സ്ട്രീംലി ഹാപ്പി. പിന്നെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്നത് മജീദ്. ഇപ്പോൾ കിഷ്കിന് കാണണം, എക്കോ, കളകാവിലൊക്കെ ചെയ്യുന്ന മജീദ്. അപ്പോൾ ആസ് ഫിൽം മേക്കേഴ്സ് വി വാണ്ട് ദ ബെസ്റ്റ് ഫോർ ദ മൂവി. ആ രീതിയിൽ ക്രൂ ടെക്നീഷ്യൻസ് അവിടെ നമ്മൾ സാക്രിഫൈസ് ചെയ്യാൻ പാടില്ല. കാരണം ഇവരാണ് നമ്മുടെ ഒരു സിനിമ നമ്മൾ ജേർണി ഈസ് ബിൻ റിയലി ഫൺ ലേണിംഗ് ഫ്രം ഈച്ച് ഓഫ് ദീസ് പീപ്പിൾ. ഇപ്പോൾ ഞാനിപ്പോൾ ഈ സിനിമ ഷൂട്ട് നമ്മളിപ്പോൾ ഡിസംബറിലാണ് ഷൂട്ട് കഴിഞ്ഞത്. നമ്മൾ ജൂണിൽ സ്റ്റാർട്ട് ചെയ്ത പ്രോജക്റ്റാണ്. ജൂണിൽ ഷൂട്ട് ചെയ്ത് ഓഗസ്റ്റ് വരെ ഷൂട്ട് ചെയ്തത് നമ്മൾ. പിന്നെ ഒക്ടോബർ നവംബർ ഒരു പാച്ച് മാത്രം ഷൂട്ട് ചെയ്തത്. പക്ഷെ അതല്ലാണ്ട് കംപ്ലീറ്റ് ബ്രേക്ക്. പക്ഷെ ഞാൻ വേറെ ഒന്നും കമ്മിറ്റ് ചെയ്തില്ല. കാരണം എനിക്കിതിൽ പോസ്റ്റ് പ്രൊഡക്ഷനിൽ ഇരിക്കണം, എനിക്ക് പ്രവീൺ ചാൻ്റെ കൂടെ എഡിറ്റിലിരിക്കണം, എനിക്ക് മുജീബ് ഖാൻ്റെ കൂടെ മ്യൂസിക്കിലിരിക്കണം. കാരണം എനിക്ക് ഇത്രയും ആക്സസ് ചിലപ്പോൾ ഇത് കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടൂലായിരിക്കും. നമ്മുടെ പ്രൊഡക്ഷൻ ആയതുകൊണ്ട് എനിക്ക് അതൊക്കെ ചെയ്യാൻ എനിക്കൊരു ഫ്രീഡം ഉണ്ട്. സോ ഐ വോണ്ട് ടു ലേൺ എവറി സിംഗിൾ ഫാസറ്റ് ഓഫ് സിനിമ. അതുകൊണ്ടാണ് ഈ മാസ്റ്റേഴ്സിൻ്റെ അടുത്ത് ഞാൻ പോയി ഇരിക്കുമ്പോൾ ഞാൻ അധികം ഒന്നും ഏർപ്പെടാറില്ല. ഐ ഡോണ്ട് സേ ഇവിടെ എഡിറ്റ് ചെയ്താൽ കൊള്ളാം. പക്ഷെ അവിടെ ഇരിക്കുമ്പോൾ ഈവൻ ഇഫ് യു ആർ എ ഫ്ലൈ ഓൺ ദ വേൾഡ് എന്തെങ്കിലും പഠിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു തോന്നുന്നത്. Food ചത്താപ്പച്ച ലൈക്ക് യു സെഡ് ലൈക്ക് ഇറ്റ്സ് എ WWE ബേസ്ഡ് മൂവി. സോ അതിലോട്ട് വരുമ്പോൾ മാർഷൽ ആർട്സ് ഓർ അങ്ങനത്തെ ഒരു എന്തെങ്കിലും ഒരു ഫൈറ്റിന് വേണ്ടിയിട്ട് ഒരു എക്സ്ട്രാ പ്രിപ്പറേഷൻസിന് വേണ്ടിയോ ഒരു എക്സ്ട്രാ ഇൻപുട്ട് ഒരു ടൈപ്പ്? ഡെഫിനറ്റ്ലി നമുക്കൊരു 3 മാസത്തോളം ട്രെയിനിങ് ഉണ്ടായി പ്രീ പ്രൊഡക്ഷൻ്റെ സമയത്ത്. അപ്പോൾ ഏപ്രിൽ മെയ് ജൂൺ ഫുൾ ട്രെയിനിങ് ആയിരുന്നു. എല്ലാവരും ഉണ്ടായി, നമ്മുടെ കാസ്റ്റിൽ നിന്ന് എല്ലാവരും ഉണ്ടായി. നമ്മൾ ട്രെയിൻ ചെയ്തത് ഷ്രാവ് എന്ന് പറഞ്ഞൊരു പാർക്കോർ ട്രെയിനർ ഉണ്ട്. പുള്ളി എല്ലാം മീൻസ് പാർക്കോർ മാത്രമല്ല എല്ലാ മൂവ്മെന്റ്സ് ഒരു മൂവ്മെന്റ് ട്രെയിനറാണ്. അതേപോലെ ഡേവിസ് തോമസ് എന്ന് പറഞ്ഞൊരു ആക്ഷൻ കണ്ടീഷനിങ് കോച്ച് കൂടെ ഉണ്ട്. അപ്പോൾ ഇത് രണ്ടുപേരാണ് നമ്മൾ ട്രെയിൻ ചെയ്തത്. അപ്പോൾ ഫ്രം ഏപ്രിൽ ടു ജൂൺ ഇൻറ്റൻസീവ് ട്രെയിനിങ് ആയിരുന്നു. കാരണം നമ്മൾ അവസാനം അവിടെ എത്തുമ്പോഴത്തേക്കും ഒരു ഇഞ്ചറി പ്രിവെൻഷനും നമ്മുടെ ബോഡിയുടെ ഫ്ലെക്സിബിലിറ്റിയും മസിൽ മെമ്മറി എല്ലാം ബിൽഡ് ചെയ്യാൻ നമ്മൾ ഒരു 3 മാസത്തോളം ട്രെയിൻ ചെയ്തതാണ്. അതിനു മുമ്പ് നമ്മളെല്ലാവരും നമ്മുടെ ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷനും കാര്യങ്ങളും എല്ലാം നോക്കുന്നുണ്ട്. പക്ഷെ ഒരു പടത്തിന് വേണ്ടി ഒരു ഡയറക്ട്ലി WWE മൂവ്സ് എല്ലാം ട്രെയിൻ ചെയ്യാൻ ഈ ഒരു ടൈം പീരീഡിലായിരുന്നു. പക്ഷെ അതിന് ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആക്ടേഴ്സ് ബോണ്ട് ചെയ്യാൻ പറ്റി. നമ്മളെല്ലാവരും ട്രെയിനിങ്ങിലോട്ട് വരുമ്പോൾ യൂഷ്വലി നമ്മൾ ഈ സെറ്റിലോട്ട് വരുമ്പോൾ കുറച്ച് ടൈം എടുക്കും പരിചയപ്പെടാൻ, ആ ഒരു കെമിസ്ട്രി ബിൽഡ് ചെയ്യാൻ, ആക്ടേഴ്സിന് തമ്മിൽ ആ കെമിസ്ട്രി ബിൽഡ് ചെയ്യാൻ. പക്ഷെ ഇവിടെ അങ്ങനെ ആയിരുന്നില്ല. ഡേ 1 തൊട്ട് നമ്മൾ 1 സിങ്കരുത് 1 ആവണത്. കാരണം ഈ ഒരു 3 മാസം ഉണ്ടായി ട്രെയിനിങ് ചെയ്തിട്ട്. അപ്പോൾ ദാറ്റ് റിയലി ഹെൽപ്. ഐ തിങ്ക് അത് നമ്മുടെ സിനിമയിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ബോണ്ട് ബിൽഡ് ചെയ്യാൻ പറ്റി. ഇപ്പോഴും നമ്മൾ ഷൂട്ടെല്ലാം കഴിഞ്ഞിട്ടും നമ്മൾ വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. ഡബിൽ കാണുമ്പോൾ യുനോ വെരി ക്ലോസ് ഫുൾ കാസ്റ്റ്. പിന്നെ എല്ലാവരും ഏകദേശം ഒരു സെയിം ഏജ് ഗ്രൂപ്പ് ആണല്ലോ ഈ ഫുൾ പടത്തിൽ. ആക്ച്വലി നമ്മൾ ക്രൂ അടക്കം എല്ലാവരും കുറച്ചുകൂടി ഒരു യങ്ങർ കാസ്റ്റാണ്. അപ്പോൾ
എല്ലാവരും ഭയങ്കര ക്ലോസ് ആണ്. അപ്പോൾ ചത്തപ്പച്ച ഒരു ഫാമിലി പോലെയാണ്. ആസ് എൻ ഓഡിയൻസ് നമുക്ക് ബിഫോർ ഗോയിങ് ടു തിയേറ്റർ ലൈക്ക് വാട്ട് ക്യാൻ ബി എക്സ്പെക്ട് ഫ്രം ചത്തപ്പച്ച? ചത്തപ്പച്ച എനിക്ക് ജോൺറ വൈസ് ആക്ച്വലി ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. കാരണം ഓക്കെ, നമ്മൾ റൈറ്റ് ചെയ്യുന്ന സമയത്ത് ഇതൊരു ആക്ഷൻ കോമഡി ആയിട്ട് ട്രീറ്റ് ചെയ്യാന്നാണ് നമ്മൾ ആദ്യം വിചാരിച്ചത്. പക്ഷെ അവസാനം നമ്മൾ ഔട്ട് കണ്ടപ്പോൾ ഇതൊരു സെലിബ്രേഷൻ ആണ്. ഇതിൽ ആക്ഷൻ ഉണ്ട്, കോമഡി ഉണ്ട്, ഒരു എന്റർടൈൻമെന്റ് ഫാക്ടർ ഉണ്ട്, ഡെഫിനറ്റ്ലി ഇമോഷൻസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ബ്രദർഹുഡിന്റെ ഒരു സ്റ്റോറിയാണ്. ഇറ്റ്സ് സ്റ്റോറി അബൌട്ട് ബ്രദേഴ്സ് ആൻഡ് എ ഗ്യാങ്, ഫ്രണ്ട്സ്. അപ്പോൾ എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റിയ കുറച്ച് സാധനങ്ങളുണ്ട് ഇതിൽ. അപ്പോൾ ആൻഡ് എ വെരി ടെക്നിക്കലി ബ്രില്യൻറ്റ് ഫിലിം. ഇതിൽ ടെക്നീഷ്യൻസ് അവരുടെ ബെസ്റ്റ് എഫേർട്ട് കൊടുത്തിട്ടുണ്ട് ഇതിന്. സോ സിനിഫാൻസ് ആണെങ്കിൽ പോലും അവർക്ക് എന്തെങ്കിലും ഇതെന്ന് ഓക്കെ ദ സിനിമറ്റോഗ്രഫി വാസ് ബ്രില്യൻറ്റ്, അല്ലെങ്കിൽ ഇതിൻ്റെ ആക്ഷൻ വാസ് ഗ്രേറ്റ്, അല്ലെങ്കിൽ ഇതിൻ്റെ മ്യൂസിക് വാസ് ബ്രില്യൻറ്റ്, എന്തെങ്കിലും ഒരു ടേക്ക് അവേ ഉണ്ടാവുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ഫോർ എ ജനറൽ ഓഡിയൻസ്, സിനിഫൈസ് അല്ലാണ്ട് ആൾക്കാർ, ഇറ്റ്സ് ഡെഫിനറ്റ്ലി എ സെലിബ്രേഷൻ, സെലിബ്രേറ്ററി മൂഡ്, ഒരു ബ്രദർഹുഡ്, ഒരു മട്ടാഞ്ചേരി കഥ, ഒരു അണ്ടർഡോഗ് സ്റ്റോറി. അതാണ് ഇതിൻ്റെ ഒരു ടേക്ക് അവേ. പിന്നെ സിനിമ എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ തന്നെ പറയാം ഇതിൻ്റെ ടേക്ക് അവേ എന്താണെന്ന്. പക്ഷെ ഓഫ് കോഴ്സ് ഈ ഒരു ഡബ്ല്യു എലിമെന്റ് കൂടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു നോസ്റ്റാൾജിയ, അതിൻ്റെ ഒരു സെലിബ്രേഷൻ, ഒരു ട്രിബ്യൂട്ട് ടു ഡബ്ല്യു. പിന്നെ അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് നമ്മുടെ ലൈഫിൽ, അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാകുന്നത്. അപ്പോൾ എല്ലാവരും വിചാരിച്ചു നമ്മൾ ചെറുപ്പം തൊട്ട് ഇതൊക്കെ റിയൽ ആണെന്ന്, ഇതൊക്കെ സ്ക്രിപ്റ്റഡ് ആണെന്ന് മനസ്സിലായപ്പോൾ അയ്യോ അതെന്താണെന്ന് ആ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ. പക്ഷെ വേറൊരു കാര്യം, ആക്ച്വലി നമ്മളിത് ആക്ഷനൊക്കെ ചെയ്യുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിൻ്റെ കഷ്ടപ്പാടും ഇതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന്. നമ്മൾ ആക്ഷൻ ചെയ്യുമ്പോഴാണ് എൻ്റെ ഒരു റെസ്പെക്ട് കൂടിയത്. കാരണം ഒരു പ്രാവശ്യം വീഴുമ്പോൾ ഓക്കെ, പിന്നീട് വീഴുമ്പോൾ ഓക്കെ, എന്തെങ്കിലും വീഴുകൊണ്ടിരിക്കുമ്പോൾ സ്റ്റൺസും കാര്യങ്ങളും ചിലപ്പോൾ ഒറ്റ ടേക്കിൽ കിട്ടൂല ഈ സാധനം. 30 ടേക്കൊക്കെ പോകും നമ്മുടെ ആക്ഷൻ സീക്വൻസസ് ഒക്കെ. അപ്പോഴാണ് ഓക്കെ ഇതൊക്കെ സ്ക്രിപ്റ്റഡ് ആണെങ്കിലും ഇതിനെ റിയൽ ആണ്. അത് നമ്മൾ വി ഫൗണ്ട് ഔട്ട് ദ ഹാർഡ് വേ. ബട്ട് യാ, ദാറ്റ്സ് ദ ടേക്ക് അവേ ഫ്രം ചത്താപ്പച്ച. ഇറ്റ്സ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് എവറിത്തിങ്. മോസ്റ്റ്ലി ഇറ്റ്സ് എ സെലിബ്രേഷൻ. ഓക്കെ, ടു ആഡ് ദാറ്റ് ഇവിടെ ഒരു റൂമർ അവിടെ ഇവിടത്തെ ഇങ്ങനെ മാറി നടക്കുന്നത് മമ്മൂക്ക ഇസ് എ പാർട്ട് ഓഫ് ചത്തപ്പച്ച. എന്നത്തെ പറഞ്ഞാൽ പല റൂമേഴ്സ് കേട്ടിട്ടുണ്ട്, പല ആക്ടേഴ്സ് ഇതിലുണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു കാലത്ത് ദുൽഖർ സൽമാൻ ഉണ്ട് ഇതൊക്കെ എഴുതതാണ്. പക്ഷെ ഓക്കെ, നമുക്ക് ഉണ്ടോലെന്ന് ആ സാധനം ഒന്ന് വിട്ടിട്ട് മീൻസ് നിങ്ങളൊരു ഓഡിയൻസ് സൈഡിൽ നിന്ന് ഒരു സിനിമ കാണുമ്പോൾ സ്പോയിലേഴ്സ് ഒക്കെ അറിഞ്ഞിട്ടാണോ നിങ്ങൾ പോകാറ്, അതോ ഒരു സസ്പെൻസ്, ആ ഒരു സസ്പെൻസ് വേണ്ട ഇത് ക്യൂരിയോസിറ്റി വേണം. അതുകൊണ്ട് ഞാനത് ആൻസർ ചെയ്യുന്നില്ല. പക്ഷെ സ്റ്റാർട്ടിങ് തൊട്ട് ഇതിന് മമ്മൂക്കയുടെ എല്ലാ സപ്പോർട്ട് ഉണ്ട്. നമ്മുടെ EP എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ജോർജ് ഏട്ടനാണ്, നമ്മുടെ ലൈൻ പ്രൊഡ്യൂസർ സുനിലേട്ടനാണ്, ഇവരൊക്കെ മമ്മൂട്ടി കമ്പനി എന്നാണ്. അപ്പോൾ മമ്മൂക്കയുടെ സപ്പോർട്ട് സ്റ്റാർട്ടിങ് തൊട്ടുണ്ട് ഇതിൽ. ഈസ് ഓൾവേസ് ബിൻ ആസ്കിങ്, ഈസ് ഓൾവേസ് ബിൻ ഹെൽപ്പിംഗ് എ ലോട്ട്. നമുക്ക് ഇതിൽ ഉണ്ടോയെന്ന് ചോദിച്ചാൽ മമ്മൂക്കയുടെ സപ്പോർട്ട് ഇസ് 100% there. അപ്പോൾ ഇതെല്ലാം മാറിയിട്ട് ലൈക്ക് ചത്താപ്പച്ച WWE കണക്ഷൻ. സോ ഹൂ ഈസ് യുവർ ഫേവറേറ്റ് WWE ഹീറോ? എന്താ പറഞ്ഞാൽ കുറച്ച് ക്ലീഷേ ആൻസർ ആണ്. പക്ഷെ ആണെങ്കിൽ പോലും എൻ്റെ ഫേവറേറ്റ് ജോൺസീനാണ്. നമ്മളെല്ലാവരും ചിലപ്പോൾ എല്ലാവരും ഫേവറേറ്റ് ജോൺസീൻ ആയിരിക്കും. ഇവിടെ മ്യൂസിക് ഒക്കെ കേൾക്കുമ്പോൾ ഇപ്പോഴും പുള്ളി ഇപ്പോൾ റിട്ടയർ ചെയ്തേ ഉള്ളൂ. അപ്പോൾ ഫൈനൽ സാധനമൊക്കെ പുള്ളിയുടെ ഫൈനൽ മാച്ചൊക്കെ കാണുമ്പോൾ എനിക്ക് സങ്കടമാണ്. കാരണം പുള്ളിയുടെ മ്യൂസിക് കേൾക്കുമ്പോൾ തന്നെ രോമാഞ്ചം, ആ ഒരു ഫീലിംഗ് ആണ്. അപ്പോൾ ജോൺസീനാണ് എൻ്റെ ഫേവറേറ്റ്. പക്ഷേ ഈ സിനിമയിൽ ആക്ച്വലി എൻ്റെ ക്യാരക്ടർ കുറച്ചുകൂടി ഒരു ഹൈ ഫ്ലൈങ് അക്രോബാറ്റിക് ക്യാരക്ടറാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് ആ ഒരു അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഉണ്ട്, ജെഫ് ഹാർഡി, ഷോൺ മൈക്കിൾസ്, റെയ് മിസ്റ്റീരിയോ. എനിക്ക് അവരോടുള്ളൊരു ഇഷ്ടം കൂടി. കാരണം ഇതൊക്കെ ഒരു നമ്മൾ ഇതൊക്കെ കാണുമ്പോൾ ഒക്കെ നിസ്സാരമാണെന്ന് വി മൈറ്റ് ഫീൽ ലൈക്ക് ഇറ്റ്സ് വെരി ഈസി. പക്ഷേ ഇതിൻ്റെ ഒരു ടൈം അവർ ഇങ്ങനെ മേലെ അതെ എയറിലാണ്, ഒരു എയറിലാണ് ഇപ്പോൾ. സോ നമ്മുടെ റെസ്പെക്ട് കൂടും ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ. ഇതിനോടുള്ള ഒരു റെസ്പെക്ട് നമ്മുടെ സൈഡിൽ നിന്ന് കൂടും. കാരണം ഇത് ഒരു ഈസി ടാസ്ക് അല്ലാന്ന് ഞാൻ അഗൈൻ ഐ ഫൗണ്ട് ഔട്ട് ദ ഹാർഡ് വേ. പകുതി സമയത്ത് ഞാനും എയർലൈൻസ്. അപ്പോൾ ഷോൺ മൈക്കിൾസ്, ജെഫ് ഹാർഡി, റെയ് മിസ്റ്റീരിയോ, ദീസ് ഗൈസ് ആഫ്റ്റർ ദ മൂവി. പക്ഷെ ചെറുപ്പം കാലം ജോൺ സീനായിരുന്നു എൻ്റെ നമ്പർ ആക്കി. മൈൻ വാസ് റാൻഡി വില്ലൻ. എന്ത് വില്ലൻ അങ്ങനത്തെ വലിയത് ഇങ്ങനെ ഉണ്ടായിട്ടേ ഇല്ല. 2009 ഓട്ടൻ ബോൾ റാൻഡി ഓട്ടൻ വേറെ ലെവലായിരുന്നു. ഇതിനുള്ളൊരു ദേഷ്യം. അതെ, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തായിരുന്നു. അപ്പോൾ മൺഡേ നൈറ്റ് റോ ഇന്ത്യയിലൊക്കെ നമ്മൾ ട്യൂസ്ഡേ മോർണിംഗിലാണ് ഇതിൻ്റെ റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ ഞാൻ ട്യൂസ്ഡേ മോർണിംഗ് ഞാൻ സ്കൂളിലിരിക്കും. അപ്പോൾ സ്കൂളിൽ
സ്കൂളെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ ഫസ്റ്റ് ചെയ്യുന്ന സാധനം റോ റിസൾട്ട്സ് www.com പോയിട്ട് റോ റിസൾട്ട്സ് റോയിൽ എന്താ സംഭവിച്ചത് എൻ്റെ ഈ സാധനം അപ്പോൾ എനിക്ക് കിട്ടുന്ന മെമ്മറീസ് ഒക്കെ ഈ റോൻ്റെ ആൻഡിയോടെ നിന്നും എൻ്റെ അങ്ങനത്തെ ഒരു സാധനമാണ് എനിക്ക് കിട്ടുന്നത് എപ്പോഴും. കാരണം പുള്ളി അത്രയും നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. ഹീസ് കൺവിൻസ്ഡ് us that he is a bad guy. അപ്പോൾ അപ്പോൾ അതിൻ്റെ ചില ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ നമ്മൾ ഇതിൽ പടത്തിലും യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഡയറക്റ്റ്ലി ചിലപ്പോൾ യൂസ് ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷെ അതിന്നൊരു എലിമെന്റ്സും ഫ്ലേവേഴ്സൊക്കെ നമ്മൾ പടത്തിൽ ക്യാരക്ടേഴ്സിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. റൈറ്റിംഗിൽ തന്നെ the characters are developed in a way where some elements of each WWE stars are there. ഇത് ചത്താപ്പച്ചയ്ക്ക് വാട്ട് നെക്സ്റ്റ് ഇൻ യുവർ ഫ്യൂച്ചർ പ്രോജക്ട്സ്? ഹാവ് യു സെഡ് 2 വർഷമായിട്ട് വേറെ ഒന്നും കമ്മിറ്റ് ചെയ്തില്ല? ചത്താപ്പച്ച ഷൂട്ട് ചെയ്ത് തുടങ്ങി കഴിഞ്ഞിട്ട് ഞാൻ വേറെ ഒന്നും കമ്മിറ്റ് ചെയ്തില്ല. പക്ഷെ അതിന് മുമ്പ് പേട്രിയറ്റ് എന്ന് പറഞ്ഞ സിനിമ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ഇനി പുതിയതായിട്ട് ഞാൻ ഒന്നും കമ്മിറ്റ് ചെയ്തില്ല. കാരണം ഡോണ്ട് പുട്ട് ഓൾ യുവർ എഗ്സ് ഇൻ വൺ ബാസ്കറ്റ്. പക്ഷെ ഞാൻ എല്ലാം ഈ ബാസ്കറ്റിൽ ഫ്രീ കാരണം എനിക്ക് പ്രൊഡക്ഷനും നമ്മുടെ ആയതുകൊണ്ട് എനിക്ക് പോസ്റ്റ് പ്രൊഡക്ഷനിൽ ഇരിക്കേണ്ടി വന്നു. ഇങ്ങനെ ഒന്നല്ല, എനിക്ക് ഇരിക്കാൻ താല്പര്യമുണ്ട്. എനിക്ക് ഇതൊരു ആഗ്രഹമാണ് അത് സിനിമ ഫുള്ളായിട്ട് പഠിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേറെ ഒന്നും കമ്മിറ്റ് ചെയ്തില്ല. ഇതിലാണ് എൻ്റെ ഫുൾ ഫോക്കസ്, എൻ്റെ ഫുൾ കമ്മിറ്റ്മെന്റ് ഇസ് ഓൺലി ചത്താപ്പച്ച. റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഞാനൊരു വെക്കേഷന് പോകാൻ ആഗ്രഹമുണ്ട്. കാരണം എൻ്റെ ഫാമിലിനെ കണ്ടിട്ടില്ല, ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ കണ്ടിട്ടില്ല. ഈ തന്നെയാണ് എൻ്റെ ജീവിതം. അപ്പോൾ ഞാൻ കഴിഞ്ഞ 2 വർഷം ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു വ്യക്തി നമ്മുടെ ഡയറക്ടറാണ് അദ്ദേഹത്തെ. പുള്ളിനെ എല്ലാ ദിവസവും കാണാറുണ്ട്. കാരണം പോസ്റ്റ് പ്രൊഡക്ഷൻ ആണെങ്കിൽ ഫ്രീ അല്ലെങ്കിൽ നമ്മുടെ ഷൂട്ടിൻ്റെ സമയത്ത് ഐ എം സീയിങ് ദീസ് പീപ്പിൾ എവറി ഡേ. ഇപ്പോൾ ഇവരാണ് എൻ്റെ ഫാമിലി. അതുകൊണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് ടൈം എൻ്റെ ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യണം. എന്നിട്ട് പുതിയതായിട്ട് നിങ്ങൾ കമ്മിറ്റ് ചെയ്യുന്നത്. പക്ഷേ നിലവിൽ പുതിയതായിട്ട് മീൻസ് പേട്രിയറ്റ് അല്ലാണ്ട് പുതിയതായിട്ട് നമ്മൾ കമ്മിറ്റ് ചെയ്തിട്ടില്ല. ആസ് എ സിനിമ പേഴ്സൺ ലൈക്ക് അല്ല ഒരു വാട്ട് ഈസ് സിനിമ ടു യു? Oof, deep. This is our hook. Okay, so what is cinema to me? Cinema is many things. It's not only one thing. പക്ഷേ പാഷനാണ്. മീൻസ് എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ അറിയില്ല. ഇപ്പോൾ സിനിമ ആണ് എൻ്റെ ഒരു പാഷൻ. എൻ്റെ മാത്രമല്ല ഷിഹാൻ്റെയും. അപ്പോൾ എൻ്റെ ബ്രദർ ഷിഹാൻ ഒരു ഡയറക്ടറാണ്. അപ്പോൾ നമ്മളും ആക്ച്വലി ബോണ്ട് ചെയ്യുന്നത് നമ്മൾ കോൺവെർസേഷൻസ് ഒക്കെ നമ്മളെല്ലാം ആക്ച്വലി എല്ലാവരും സംസാരിക്കുന്ന സിനിമ മാത്രമാണ്. സിനിമ ആസ് എൻ ഇൻഫ്ലുവൻസ് എനിക്ക് ഓർമ്മയുള്ളത് ഞാൻ സിനിമകളൊക്കെ കാണുമ്പോൾ തിയേറ്ററിൽ കാണുമ്പോൾ സിനിമ ആ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുന്ന ഒരു ഫീലിങ്ങിന് ഒരു കിഡ്ഡലിൻ സിനിമ കാണുമ്പോൾ ഒരു അതിന് കുറച്ച് ദിവസം നമ്മൾ ആ വേൾഡിലായിരിക്കും. ഒരു 3-4 ദിവസം മാൻ ആ സിനിമ ആ കഥാപാത്രം അല്ലെങ്കിൽ ആ ഒരു ഫീലിംഗ് ആ ഒരു മൂഡ് അതാണ് എനിക്ക് സിനിമ. അപ്പം ഞാനൊരു സിനിമ ചെയ്യുമ്പോൾ എൻ്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ ഈ സിനിമ കാണുന്ന ഓഡിയൻസ് ദേ ഷുഡ് വാക്ക് ഔട്ട് വിത്ത് ദാറ്റ് ഫീലിംഗ്. ഐ ഹവ് റിയലൈസ് ദാറ്റ് സിനിമ നമ്മൾ ആദ്യം വിചാരിക്കും ഓക്കെ നമ്മൾ ആക്ടർ ആകുമ്പോൾ ഒരു അടിപൊളി ജീവിതം ജീവിക്കും, അതൊരു ചിലപ്പോൾ ഫെയിം കിട്ടും, ചിലപ്പോൾ ഇതൊക്കെ കിട്ടും. പക്ഷെ ഇതിൻ്റെ ഒരു അതർ സൈഡ് ആരും പറയാറില്ല. അത് നമ്മൾ അനുഭവിക്കണത്. അപ്പോൾ ഇതിൻ്റെ ഒരു എഫർട്ടും ഇതിൻ്റെ ഒരു ഇംബാലൻസ് ഇത് നമ്മുടെ ലൈഫിൽ ഒരു സ്ട്രക്ചറില്ല. ഇപ്പോൾ നമ്മൾ ഈ സമയത്ത് വെക്കേഷൻ എടുക്കുക, ഈ സമയത്ത് നമ്മൾ ഫാമിലിയോട് ചില്ല് ചെയ്യാൻ പറ്റുക, അതൊന്നും ഇല്ല നമ്മുടെ ലൈഫിൽ. ചിലപ്പോൾ മറ്റന്നാൾ ഷൂട്ടായിരിക്കും, ഷൂട്ടുണ്ടെങ്കിൽ നമ്മൾ പോകേണ്ടി വരും. അപ്പോൾ വി ഹാവ് ടു ലേൺ ടു ലിവ് വിത്ത് ദാറ്റ് ലൈഫ് സ്റ്റൈൽ. ആ ലൈഫ് സ്റ്റൈൽ നമുക്ക് ജീവിക്കാൻ പറ്റുകയാണെങ്കിൽ then you will be okay. But കുറച്ച് സമയം എടുക്കും അത് അഡ്ജസ്റ്റ് ചെയ്യാൻ. ഒരു പാഷൻ കാരണം we are able to overcome that. It's worth it all in that. ചിലപ്പോൾ നമ്മൾ ഫ്രണ്ട്സിൻ്റെ ബർത്ത്ഡേസോ കല്യാണമൊക്കെ മിസ് ചെയ്യും. അതൊക്കെ ഇതിൻ്റെ ഒരു പാർട്ടാണ്, പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ദ പ്രോസസ്. സിനിമ ഹാസ് കൺസ്യൂംഡ് മീ. ഇറ്റ് ഇസ് എവറിത്തിങ് ദാറ്റ് ഐ ഡു. എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ സംസാരിക്കുമ്പോൾ ആക്ച്വലി കുറച്ച് നാളായിട്ട് സിനിമ മാത്രമുള്ളൂ നമ്മുടെ കോൺവെർസേഷൻസ്. പിന്നെ ഞാൻ ഫ്രണ്ട്സിനോട് ചെല്ലുമ്പോൾ അവരും സിനിമയിലാണ് വർക്ക് ചെയ്യുന്നത്. എല്ലാവരും ടെക്നീഷ്യന്മാർ, ഡയറക്ഷൻ ടീം അവരൊക്കെ എല്ലാവരും സിനിമയിലാണ്. അപ്പോൾ ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു, നമ്മളെന്താ സിനിമ അല്ലാണ്ട് വേറെ ഒന്നും സംസാരിക്കാത്തത്, ഇപ്പോൾ സിനിമ വിട്ടിട്ട് വേറെ എന്തെങ്കിലും സംസാരിക്കുന്നു പറഞ്ഞു. ഓക്കെ, അപ്പോൾ നീ ആ പടം കണ്ട പിന്നെ വീണ്ടും സിനിമയിലോട്ട് പോയി. കാരണം ഇറ്റ്സ് ജസ്റ്റ് കൺസ്യൂംഡ് ആ ലൈവ്സ്. സിനിമ ഈസ് എവറിത്തിങ്. മെൻഷൻ ചെയ്തില്ലേ ലൈക്ക് വാക്ക് ഔട്ട് ഫ്രം ദ തിയേറ്റർ യു ഹാഡ് എ ഫീലിംഗ് ലൈക്ക് വാട്ട് എ മൂവി. അങ്ങനെ തോന്നിയ ഒരു 5 മൂവീസ്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് മൂവി വിപ്ലാഷ് ആണ്. അതിൻ്റെ അതും ഒരു അണ്ടർഡോഗ് സ്റ്റോറിയാണ്. എസെൻഷ്യലി ഇറ്റ്സ് അബൌട്ട് ഗിവിങ് ഇറ്റ് യുവർ ഓൾ. ടെക്നിക്കലി പുള്ളിക്കൊരു ചത്താപ്പച്ചയാണ് ഡ്രമ്മിങ് അല്ലേ. സോ ഐ റിയലി ലൈക്ക് വിപ്ലാഷ്. പിന്നെ നോളിൻ്റെ എല്ലാം ഡെഫിനറ്റ്ലി ആദ്യം ചിലപ്പോൾ മനസ്സിലാവില്ല, പക്ഷെ എന്നാലും സിനിമ ഇറങ്ങുമ്പോൾ വാവ മൂവി. ഈ രാസങ്ങനെ കിട്ടിയത് കാതൽ കണ്ടപ്പോൾ എനിക്ക് വൺ ഫീൽ ആ പെർഫോമൻസ്, ആ സ്റ്റോറി. ഈ ആക്ച്വലി ഞാൻ ഫസ്റ്റ് ഡേ തന്നെ പോയി കണ്ട്. എനിക്ക് അതിൻ്റെ ട്രെയിലർ ഞാൻ ഒന്നും കാണാതെയാണ് ഞാൻ സിനിമ കയറിയത്. അവിടെ ഇറങ്ങിയപ്പോൾ എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യു ലിവ് ഇൻ ദാറ്റ് വേൾഡ് ഫോർ സം ടൈം, യു ലിവ് വിത്ത് ദാറ്റ് ക്യാരക്ടർ.
പുള്ളിയുടെ ഒരു ജേർണി, മമ്മൂക്കയുടെ ഒരു പെർഫോമൻസ് വേറെ ലെവലാണ്. വൺ ഓഫ് ദ അഗൈൻ ഫേവറേറ്റ് നോളൻ ഡാർക്ക് നൈറ്റ് എനിക്ക്. പിന്നെ അത് ആ ബാറ്റ്മാൻ മാത്രമല്ല, മാട്രീസിന്റെ ബാറ്റ്മാൻ, ദ ബാറ്റ്മാൻ, അതാണ് ഇപ്പോൾ ക്രേസി മൂവി, ഡ്യൂൺ, കുംബ്ലഗി നൈറ്റ്സ്, ഇതൊക്കെ ആണ് എൻ്റെ ഒരു ഫേവറേറ്റ്. ഇതിലൊരു അല്ല ഇതിലൊരു ജോണർ അല്ലേ, ഇതിലൊരു കോമണാലിറ്റി ഇല്ല, പക്ഷെ അതിനൊരു ഫീലിങ്ങിന്റെ ഒരു കോമണാലിറ്റി ചിലപ്പോൾ ഉണ്ടാവും. നമ്മൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആ ഒരു ഫീലിംഗ് ഈ സിനിമയിൽ എല്ലാം ഉണ്ട്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ഫേവറേറ്റ് മൂവീസ് എന്താണ്? എന്റെ ഫേവറേറ്റ് മൂവീസ്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു പടം കടേസി വ്യവസായി എന്ന് പറഞ്ഞ തമിഴ് പടം. ലൈക്ക് ഒരു ഫാമറിന്റെ ലൈഫ്, ഒരു ഭയങ്കര ലൈറ്റ് ഹാർട്ടഡ് മൂവിയാണ്. പിന്നെ റീസെന്റ് കണ്ട എനിക്ക് നമ്മുടെ സർവമായ ഇഷ്ടമാണ്. അത് തന്നെയാണ് ബ്രോ പറഞ്ഞത്. നമ്മളിങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ ഒരു സിനിമ കണക്ക് അടുത്ത സിനിമ പൊക്കോണ്ടേയിരിക്കും. മൂവി എവറി ടൈം സിനിമ സിനിമ ഗുഡ്. That word define us. Cinema good. All the best, bro. Thank you for coming to this section. Thank you, bro. All the best for your movie and all the best for your. Thank you. So, kiss. Thank you. We are looking to it. Thank you. Bye.